ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമാണ്. അജ്ജാതി ഒരു സിനിമ ഞാൻ പറഞ്ഞുതരാം. ഒരു അബ്സല്യൂട്ട് മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സിനിമ. നായകൻ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ടൈപ്പ് സിനിമ. നമ്മൾ പറയാറില്ലേ, നായകൻ്റെ പെർഫോമൻസ് കണ്ട് ഓസ്കാർ കൊടുക്കാൻ തോന്നി. അതുപോലൊരു പെർഫോമൻസ്. നായകൻ ചെയ്തു വച്ചിരിക്കുന്ന മീറ്റർ, ആ ഒരു ഒറിജിനാലിറ്റി, റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നായകൻ റിയലായിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുകയാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ്. നായകൻ്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമ. അത്ര വലിയൊരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ് ഈ സിനിമ. നായകൻ ഈ രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ പെട്ട ഒരു മുതിർന്ന നേതാവും ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആയിട്ടുള്ള ഒരാൾ ഒരു പ്ലെയിൻ ക്രാഷിൽ മരിക്കുകയാണ്. അപ്പോൾ ഈ അപകടത്തിൽ അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭ കൂടുകയാണ്. ഈ അനുശോചനത്തിന് നായകൻ വരുമ്പോഴേക്ക് ഇച്ചിരി ലേറ്റ് ആവുന്നു. അപ്പോൾ അദ്ദേഹം ഓടിക്കതച്ച് വരുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് മൈക്കുമായി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളുപടഞ്ഞൊരു പെർഫോമൻസ് ഉണ്ട്. നാഷണൽ അവാർഡ് പോരാ, അദ്ദേഹത്തിന് ഓസ്കാർ കൊടുക്കണമെന്ന് തോന്നിപ്പോകുന്ന ടൈപ്പ് ഒരു പെർഫോമൻസാണ്. പിന്നെ ഈ സംഭവത്തിന് ശേഷം നായകൻ തൻ്റെ സ്വദേശമായിട്ടുള്ള ഒരു ഗോരഖ്പൂർ എന്ന സ്ഥലത്തെ ഒരു ചെറിയ ഗ്രാമത്തെ സ്പെയിനിൻ്റെ നിലവാരത്തിലേക്ക്, അവിടുത്തെ റോഡുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉയർത്തുന്ന ഒരു കഠിനമായ ഒരു യാത്ര, ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നേതാവിൻ്റെ യാത്രയാണ് ഈ സിനിമ. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര വലിയൊരു നഷ്ടമായിരിക്കും. അത്ര വലിയൊരു മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയുടെ പേര് പറയുന്നതിന് മുമ്പ് ഇതുപോലുള്ള വളരെ റെയറായിട്ടുള്ള സിനിമകളുടെ സജഷൻസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ സിനിമയുടെ പേരാണ് ജൽദി ദ ലൈറ്റ്.